സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പ്രിയ ദൈവജനമേ, യേശുക്രിസ്തുവിനെ കുറിച്ച് അല്പസ്വല്പം പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു, ദൈവത്തിൽ ശരണപ്പെടുന്നു. അല്പസമയത്തേക്ക് താങ്കളുടെ വിലയേറിയ സമയത്തെ ചോദിച്ചുകൊള്ളുന്നു. ദൈവനാമം മഹത്വമെടുക്കുമാറാകട്ടെ. യേശുക്രിസ്തു പെസഹായുടെ രാത്രി പതിവ് പോലെ പ്രാർത്ഥിക്കുവാൻ ഒരു ഒലിവുമലയിലേക്ക് കടന്നുപോയി. പതിവ് പോലെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പോകാറുണ്ടായിരുന്നു. സ്തോത്രം. ഒലിവുമലയിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയി. ആ രാത്രിയിൽ യേശു ഒരു പരീക്ഷ നേരിടുകയാണ്. പിതാവിനോട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ നിറവേറണമേ എന്ന് തൻ്റെ പിതാവിനോട്, ദൈവത്തോട് യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ വിഷമസന്ധ്യയെ പ്രാർത്ഥനയിൽ നേരിടുന്ന പുത്രനെ പ്രാർത്ഥിക്കുന്നവനെ ദൂതം വന്ന് ശക്തിപ്പെടുത്തി. സ്തോത്രം. ഒലിവുമലയിൽ തകർന്നു. തൻ്റെ രക്തം വിയർപ്പ് തുള്ളിയായി രക്തമയർത്തുള്ളിയായി ഒഴുകി. ഒരു കരച്ചിലിൻ്റെ ഗതശമനമുണ്ടെങ്കിൽ പെസഹായുടെ വ്യാഴാഴ്ച വൈരാത്രി കരച്ചിലിൻ്റെ ഗതശമനമാണെങ്കിൽ, ക്രൂശീകരണത്തിൻ്റെ വെള്ളിയാഴ്ചയുണ്ട്, ഒരു സൈലൻ്റ് ശനിയാഴ്ചയുണ്ട്. എന്നാൽ ആഘോഷത്തിൻ്റെ ആമോദത്തിൻ്റെ ആർപ്പിൻ്റെ ഉയർപ്പിൻ്റെ ഒരു ഞായറാഴ്ചയുണ്ട്. അവനൊലിവുമലയിൽ നിന്ന് ഒലിവുമലയിൽ തകർക്കപ്പെട്ടെങ്കിൽ, എവിടെ തകർക്കപ്പെട്ടു അവിടെ തന്നെ ഉയരുക, അവിടെ നിന്ന് തന്നെ സ്വർഗാരോഹണം ചെയ്യുകയാണ്, സ്വർഗത്തിലേക്ക് പോവുകയാണ്. സ്തോത്രം. എവിടെ നീ തകർന്നോ അവിടെ നിന്നെ ദൈവം ഉയർത്തും. നിന്റെ താഴ്ചകളെ ഉയർച്ചകളാക്കി പ്രാർത്ഥനയിൽ ആരംഭിച്ചവനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. നിന്റെ താഴ്ചകൾ ഉയർച്ചകളാക്കാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. എന്നും ഗത്സമനയുടെ വ്യാഴാഴ്ചയല്ല, എന്നും ഗത്സമനയുടെ രാത്രി യേശുവിനെ അറസ്റ്റ് ചെയ്തു. എല്ലാം അതോടെ അവസാനിച്ചെന്ന് യഹൂദന്മാർ ജനങ്ങളും കരുതി. വെള്ളിയാഴ്ച ക്രൂശിച്ചപ്പോൾ എല്ലാം അവസാനിച്ചെന്ന് കരുതി. യേശു കർത്താവ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് മരണപാശം അവനെ പിടിച്ചു വയ്ക്കുന്ന അസാധ്യമായിരുന്നു. കല്ലറയെ ഭേദിച്ചുകൊണ്ട് യേശുക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇനി യേശുക്രിസ്തു എത്രയും പെട്ടെന്ന് രാജാതിരാജാവായി കടന്നു വരും. അതിന് ലക്ഷണങ്ങൾ കണ്ടുകളയും. സ്തോത്രം. രാജ്യരാജ്യത്തോടെ എതിർക്കുന്നു. അവരുടെ ഭൂകമ്പം, ക്ഷാമം, മഹാവ്യാധികൾ കർത്താവിൻ്റെ ലക്ഷണം കണ്ടു തുടങ്ങി. സ്തോത്രം. ഏത് ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത് ആ ഒലിവുമലയിലേക്ക് തന്നെ പാദങ്ങൾ ചവിട്ടി കടന്നു വരും. ഒലിവുമലയിലേക്ക് തന്നെ കടന്നു വരും. രാജാതിരാജാവായി കർത്താവായിട്ട് ഒലിവുമലയിൽ പാദങ്ങൾ ചവിട്ടും. സർവമുഖംകാലം അവൻ്റെ മുമ്പിൽ മടങ്ങും. അവനോടൊപ്പം കോടാനുകോടി വർഷം ജീവിക്കാൻ കൽപ്പനകൾ അനുസരിക്കുക. പ്രാർത്ഥിക്കുന്നതിനൊരു പ്രതിസന്ധിക്കുന്നവർക്കും കഴിയുകയില്ല. മരണവാസങ്ങൾക്ക് അവനെ പിടിച്ചു വയ്ക്കുന്ന അസാധ്യമായിരുന്നു. സ്തോത്രം. അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പലർക്കും പ്രത്യക്ഷനായി. സ്തോത്രം. ഇനി ആ ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത യേശുക്രിസ്തു ആ ഒലിവുമലയിലേക്ക് തന്നെ കടന്നു വരും. സ്തോത്രം. ആ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ, കർത്താവിൻ്റെ ആജ്ഞകൾ അനുസരിച്ചാൽ, സങ്കീർത്തനം 103 പറയുന്നു, ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായുള്ളവർ യഹോവയെ വാഴ്ത്തുവാൻ ആരാധിക്കേണ്ട അവകാശം ആജ്ഞ അനുസരിക്കുന്നവർക്കാണ്. കൽപ്പന അനുസരിക്കുന്നവർക്കാണ് കർത്താവിനെ ആരാധിക്കേണ്ട അവകാശം. ആജ്ഞ അനുസരിക്കുന്നവർ വീരന്മാരാണ് സ്വർഗത്തിൽ ദൈവം പറയുന്നു. സങ്കീർത്തനം 103:20. ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായുള്ളവർ യഹോവയെ വാഴ്ത്തുവിൻ. ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരാണ് സ്വർഗത്തിലെ ദൈവം പറയുന്നു. അവർക്കാണ് വാഴ്ത്തുവാൻ ആരാധിക്കാനുള്ള അവകാശം. കർത്താവിൻ്റെ ആജ്ഞ അനുസരിച്ച്, കൽപ്പന അനുസരിച്ച് അവനെന്ത് കൽപ്പിച്ചത് ഏറ്റെടുത്ത് ചെയ്യുവാൻ തയ്യാറായി. മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ഡിറ്റോ വടക്കൻ അക്കിക്കാവ്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്.